ടൈം സെറ്റ് കൊടുക്കുക 5, 10, 15. പിന്നെ ഇങ്ങോട്ടേട്ട് എന്ന് പറയുമ്പോൾ 40 മിനിറ്റ്. അഴുക്ക് അങ്ങനെയൊക്കെ അടിയുടെയാണ്, ഡ്രസ്സിൽ പറ്റിപ്പിടിക്കാണ്ട് മേപ്പോട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. ഇങ്ങനെ ഊരിയെടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാം. ടാപ്പിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് കളയാം. മൊത്തം ഫുള്ള് കൊണ്ടില്ലെങ്കിൽ ആദ്യത്തെ സെക്ഷൻ ബാക്കറ്റിലേക്ക് മാറ്റുക. അതിപ്പോൾ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉപയോഗം കൂടുകയാണെങ്കിൽ അതിനിപ്പുറം ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് കാണാൻ പറ്റും. മച്ചന്മാരെ, നമ്മളെ ഇപ്പോൾ ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നാണെങ്കിലും സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ടെക്നീഷ്യൻ വരത്തില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ നേരെ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ഒരു ഡെമോ നിങ്ങൾ ബുക്ക് ചെയ്താൽ ടെക്നീഷ്യൻ നിങ്ങളുടെ വീട്ടിൽ വരും, കാര്യങ്ങൾ പറഞ്ഞു തരും, സാധനം സെറ്റാക്കി തരുന്നതാണ്. അതിനായിട്ട് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നിങ്ങൾ ഇപ്പോൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ ഒരു ഇൻസ്റ്റലേഷൻ ബുക്കിംഗ് വരുന്നുണ്ട്. അവർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സെറ്റ് ചെയ്ത് തരും. പക്ഷേ സെമിയിൽ അങ്ങനെ ഇല്ല. അത് ആർക്കും സെറ്റ് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ വിളിച്ചാൽ വരും. അത് പലർക്കും അറിയത്തില്ല. ഞാൻ ഒരുപാട് വാഷിംഗ് മെഷീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് അങ്ങനെ ഒരു സംഭവം അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ സെമി ഓട്ടോമാറ്റിക് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടെക്നീഷ്യനെ വിളിച്ച് വരുത്തി ഈ ഒരു സംഭവം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സർവീസാണ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വിളിക്കാം. അല്ല, ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാനും സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരു ടെക്നീഷ്യൻ്റെ ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ അവർ പിറ്റേ ദിവസം തന്നെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. എന്തായാലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. ഞാനിത് ഓൺലൈൻ വഴി ഈ കഴിഞ്ഞ ഓഫർ സെയിലിൽ വാങ്ങിയതാണ്. 8.5 കിലോ ഏകദേശം 12,000 ചില്ലാൻ രൂപയ്ക്ക് നമുക്ക് കിട്ടി. ഇത് ഡ്രെയിനേജ് ഹോസാണ്. ഡ്രെയിനേജ് ഡ്രെയിനേജിൻ്റെ ടാപ്പിലെട്ട് കണക്ട് ചെയ്താൽ മതി. നോർമൽ ടാപ്പിലെട്ട് തന്നെ കുത്തിയാൽ മതി. തുണികളിൽ നൂല് അങ്ങനത്തെ ഇത് കാര്യങ്ങളൊക്കെ നൂല് അഴുക്ക് അങ്ങനെയൊക്കെ അടിയുടെയാണ്, ഡ്രസ്സിൽ പറ്റിപ്പിടിക്കാണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് നിറയണനുസരിച്ച് 2 സൈഡിലുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ വയ്ക്കാം, കയറ്റി ലോക്ക് ചെയ്യാം. എന്നിട്ട് റിമൂവ് ചെയ്യണമെങ്കിലും ഇങ്ങനെ തന്നെ പൊക്കിയെടുത്താൽ മതി. നേരെ കയറ്റി ലോക്ക് ചെയ്തു. ഈ സൈഡിലും ലോക്ക് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് കാണാൻ പാത്രമാണ്. അപ്പോൾ അത് ഇതിനകത്ത് ഫില്ലാവുന്നതനുസരിച്ച് എടുത്ത് ക്ലീൻ ചെയ്യുക. അപ്പോൾ മാസത്തിലാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഉപയോഗം പോലെ ചെയ്യുക. ഇത് വാഷിങ്ങിൻ്റെയാണ്. തുണി നമ്മൾ വാഷ് ചെയ്യണത് ഇതിനകത്താണ്, ടബിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിങ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ നോർമലുണ്ട്, ജെൻറ്റിൽ, സ്ട്രോങ്. അത് നമുക്ക് സെലക്ട് ചെയ്യുക. സ്ട്രോങ് ആയിട്ടുള്ള ജെൻറ്റിൽ സ്ട്രോങ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നോർമൽ. സ്ട്രോങ് നമുക്ക് തുണിയുടെ അനുസരിച്ച്, ഇപ്പോൾ ജീൻസൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുക. നോർമലാണ് ഇത്. ജെൻറ്റിൽ ഇതിനകത്ത് നമ്മൾ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാരി ഐറ്റംസൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുക ജെൻറ്റിലിനുള്ളത്. അപ്പോൾ സെലക്ട് കൊടുക്കുക. അതിൻ്റെ നമ്മൾ ഇതിപ്പോൾ ഇവിടെയാണ് വന്ന് നടക്കണത്. അപ്പോൾ നമുക്ക് ഓഫ് കണ്ടീഷനിൽ വന്നു കഴിയുമ്പോൾ ടൈം സെറ്റ് കൊടുക്കുക 5, 10, 15. പിന്നെ ഇങ്ങോട്ടേട്ട് എന്ന് പറയുമ്പോൾ 40 മിനിറ്റ്. അത് നമ്മൾ സോക്കിംഗ് മോഡ് ഉൾപ്പെടെ വാഷിങ്ങിൻ്റെ ഇത് തന്നെയാണിത്. അല്ലെങ്കിൽ നമുക്ക് സോക്കിങ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5, 10, 15 മിനിറ്റ് സമയം മതിയാവും, വാഷ് ചെയ്ത് കിട്ടും. ഈ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വാഷിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ കറണ്ട് പോയിട്ട് വന്നാലോ, ഏതാ അവിടെ ഇതിൽ നിന്നും തുടങ്ങിക്കോളൂ. സ്റ്റോപ്പ് ആവുക, അവിടെ നിന്ന് തുടങ്ങിക്കോളും. അത് തുടങ്ങിക്കോളും. കാരണം നമ്മൾ ഓഫായി കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങിക്കോളും, കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മൾ റൈറ്റിലോട്ട് തിരിക്കുക. ഡ്രെയിൻ പുറത്തോട്ട് വെള്ളം നമ്മൾ കളയണേ, അത് നേരെ ഇങ്ങോട്ട് റിട്ടേൺ തിരിക്കുക. പിന്നെ അതിന് ശേഷം തുണി എടുക്കുക, ഡോർ തുറക്കുക, തുണി എടുത്തിട്ട് അടച്ച് വയ്ക്കുക, തുറക്കുക. തുണി എടുത്തപ്പോൾ നേരെ ഈ ഡ്രയറിലേക്ക് ഇട്ടിരുന്നാൽ മതി. ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഇതിനകത്തിപ്പോൾ തുണിയുടെ ലെവൽ നമ്മളനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്തിപ്പോൾ ഫില്ലാവണനുസരിച്ച് നമ്മളത് എടുത്ത് മാറ്റി വരണം. ഇപ്പോൾ ഇത് ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ മൊത്തം ഫുള്ള് കൊണ്ടില്ലെങ്കിൽ ആദ്യത്തെ സെക്ഷൻ ബാക്കറ്റിലേക്ക് മാറ്റുക. അതിപ്പോൾ നമുക്കവിടെ സെലക്ട് ചെയ്യാം. വെച്ചിട്ട് ഇത് ആ തുണിയുടെ പുറത്തോട്ട് വെച്ചാൽ മതി. ആ ലെവലിലേട്ടേ തുണി വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് വയ്ക്കുക. സേഫ്റ്റി കവർ, കാരണം
എന്തിനു കാരണം വെച്ചാൽ തുണി മേളിലോട്ട് ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു സേഫ്റ്റി കവറാണിത്. മേളിലോട്ട് വയ്ക്കുക, വെച്ചതിന് ശേഷം ഡോർ ക്ലോസ് ചെയ്യുക, നടക്കുക, അടയ്ക്കുക. പിന്നെ നമുക്ക് സ്പിന്നിൻ്റെ ടൈമർ സെറ്റ് ചെയ്യാം. അത് ഇങ്ങനെ ഓരോ മിനിറ്റുകളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളായിട്ട് റിട്ടേൺ തിരിക്കരുത്. അത് തന്നെ ഇപ്പോൾ ഇവിടെ വാഷിൻ്റെ ആണെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ തന്നെ വരണം. നമ്മളായിട്ട് തിരിക്കരുത്, ഇപ്പുറത്തോട്ട് തിരിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ അങ്ങനെ തന്നെ സ്പിന്നിൻ്റെ ഇപ്പോൾ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അത് റിട്ടേൺ താനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല. പാടില്ല. അതായത് ഇങ്ങോട്ട് ഇരിക്കാവുള്ളൂ. നേരെ നമ്മൾ റിട്ടേൺ പെട്ടെന്ന് ആക്കാൻ വേണ്ടി അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് അങ്ങനെ തിരിക്കരുത്. അപ്പോൾ അത് തന്നെ ഒന്ന് ഇതായിക്കോളും, ഓഫ് ആയിക്കോളും. ഇത്രയാണ് അതിൻ്റെ വർക്കിംഗ് ഉള്ളൂ. LGയുടെ ടെക്നീഷ്യൻ പറയുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇനി ഈ ഒരു സാധനം എന്തിനു ഞാൻ വാങ്ങിച്ചു, സെമി ഓട്ടോമാറ്റിക് മേടിച്ചതിൻ്റെ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ താമസിക്കാണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാവർക്കും എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.